ഹലോ കൂട്ടുകാരെ, ട്രിഗ്നോമെട്രി 101 കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ട്രിഗ്നോമെട്രിക് റേഷ്യോസും അത് തമ്മിലുള്ള റെസിപ്രോക്കൽ റിലേഷനുമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും എങ്ങനെയാണ് സൈനിൻ്റെയോ കോസിൻ്റെയോ ടേംസിലോട്ട് മാറ്റുന്നത് എന്നാണ്. നമുക്ക് നോക്കാം. നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ ABC കൺസിഡറിങ് ആംഗിൾ C, AB is opposite side and BC is adjacent side, AC is hypotenuse. ഇതെല്ലാം നേരത്തെ പഠിച്ചതാണ്. സൈൻ, കോസ്, ടാൻ, കൊസിക്, സീക് ആൻഡ് കോട്ട്. ഇതാണല്ലോ നമ്മുടെ റേഷ്യോസ്. ഇനി ആംഗിൾ സി തീറ്റ ആണെങ്കിൽ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസിക് തീറ്റ, സീക് തീറ്റ, കോട്ട് തീറ്റ. എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും സൈനിൻ്റെയും കോസിൻ്റെയും ടേംസിലോട്ട് മാറ്റാം. എന്തിനാണ് എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും സൈനിൻ്റെയും കോസിൻ്റെയും ടേംസിലോട്ട് മാറ്റുന്നത്? നമ്മൾ ഇനി അങ്ങോട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടായിരിക്കും, ഇവാലുവേറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ LHS = RHS എന്ന് പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ ഒരേ ക്വസ്റ്റ്യനിൽ തന്നെ എല്ലാ റേഷ്യോസും മിക്സ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ ഈസി ആയിട്ട് എല്ലാ റേഷ്യോസും സൈനിൻ്റെയോ കോസിൻ്റെയോ ടേംസിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ സൈനും കോസും വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ നമ്മുടെ സൊല്യൂഷൻസ് ഈസി ആവാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. സൈൻ തീറ്റ തന്നെ, അതിന് ഇനി ടേംസിലോട്ട് മാറ്റാനൊന്നുമില്ല. അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കുമല്ലോ കൊസീക് തീറ്റ. അപ്പോൾ ഇവിടെ നമുക്ക് 1/sin തീറ്റ എന്ന് എഴുതാം. നമ്മൾ ഓൾറെഡി റെസിപ്രോക്കൽ റിലേഷനിൽ ഇത് പഠിച്ചിട്ടുള്ളതാണ്. കോസ് തീറ്റ തന്നെ, കോസിന്റെ ടേംസിലോട്ട് മാറ്റാനായിട്ട് 1/cos തീറ്റ എന്ന് എഴുതിയാൽ മതി അല്ലേ. അടുത്തത് ടാൻ തീറ്റ സൈൻ്റെയോ കോസിൻ്റെയോ ടേംസിലോട്ട് എഴുതാനായിട്ടാണെങ്കിൽ നമുക്ക് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. ടാൻ തീറ്റ = സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. എങ്ങനെയാണ് ടാൻ തീറ്റ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആയത് നോക്കാം. നമുക്ക് സൈൻ തീറ്റ = ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഹോൾ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ = അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഈ ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഹൈപ്പോട്ടന്യൂസ് രണ്ടും ക്യാൻസൽ ആവും. ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്താ? ടാൻ തീറ്റ അല്ലേ. മനസ്സിലായില്ലേ എങ്ങനെയാണ് ടാൻ തീറ്റ = സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് വന്നത്? അപ്പോൾ ഈ ടാൻ തീറ്റയും നമ്മൾ സൈൻ്റെയും കോസിൻ്റെയും ടേംസിലോട്ട് മാറ്റി. ഇനി അതുപോലെ തന്നെ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ റെസിപ്രോക്കലാണല്ലോ. അത് എഴുതാം നമുക്ക് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ക്ലിയർ അല്ലേ? ഇതുപോലെ നമുക്ക് അതിൻ്റെ പ്രൂഫ് കിട്ടാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് = അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. രണ്ട് ഹൈപ്പോട്ടന്യൂസ് ക്യാൻസലായി. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് കിട്ടി. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഈസ് കോട്ട് തീറ്റ. എങ്ങനെയാണ് എല്ലാ റേഷ്യോസും സൈനിൻ്റെയോ കോസിൻ്റെയോ ടേംസിലോട്ട് മാറ്റിയതെന്ന് മനസ്സിലായല്ലോ. ഇനി ഇതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. സിമ്പിൾ ആയിട്ടുള്ള 1-2 എക്സാമ്പിൾസ് നോക്കാം. കോസ് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ. ആദ്യം ഇത് സൈനിൻ്റെയും കോസിൻ്റെയും ടേംസിലോട്ട് മാറ്റാം, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെയാണെന്ന് കാണിക്കാം. കോസ് തീറ്റ ഈസ് കോസ് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ അല്ലേ. അപ്പോൾ നമുക്ക് 1/sin തീറ്റ എന്ന് എഴുതാലോ. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ഇപ്പൊ കോസിന്റെയും സൈനിന്റെയും ടേംസിലോട്ട് എഴുതി. ഇനി ഇതിന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്താണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? കോട്ട് തീറ്റ ആണല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് കോട്ട് തീറ്റ എന്ന ആൻസർ കിട്ടി. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്തത്? ഈ രണ്ട് റേഷ്യോസും കോസിന്റെയും സൈനിന്റെയും ടേംസിലോട്ട് മാറ്റി. അപ്പൊ നമുക്കത് ഈസിയായി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റി. മനസ്സിലായല്ലോ. ഒരു എക്സാമ്പിൾ കൂടെ ചെയ്ത് നോക്കാം. കൊസീക് തീറ്റ ബൈ കോട്ട് തീറ്റ. കൊസീക് തീറ്റ സൈനിന്റെ റെസിപ്രോക്കൽ അല്ലേ. അപ്പൊ നമുക്ക് 1/sin തീറ്റ എന്ന് എഴുതാം. ഹോൾ ഡിവൈഡഡ് ബൈ കോട്ട് തീറ്റ ഈസ് ഇപ്പൊ നമ്മളോട് ചെയ്തേ ഉള്ളൂ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. അപ്പൊ അതിങ്ങോട്ട് എഴുതാം. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ = 1/sin തീറ്റ ഇൻറ്റു reciprocal of denominator, that is sin theta by cos theta. Sin theta cancel.
then 1 by cos theta. 1 by cos theta is sec theta. ഇതുപോലെ നമുക്ക് സൈനിൻ്റെയും കോസിൻ്റെയും ടേംസിലോട്ട് എല്ലാ റേഷ്യോസും മാറ്റി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കുറേ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് എന്ന ടോപ്പിക് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.